കുറെ അധികം പേര് കോംപ്ലിമെന്റ് തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ വടുകപ്പുളി അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നിങ്ങൾക്കായിട്ട് ഈ ഓണത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 കിലോ വടുകപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മൂടിയിട്ട് വേണം വെക്കാനായിട്ട്. വടുകപ്പുളി അച്ചാർ വെക്കുമ്പോൾ അമ്മ എപ്പോഴും ഈന്തപ്പഴം അതിലിടാറുണ്ട്. അപ്പൊ നമ്മളിവിടെ 250 ഗ്രാം ഈന്തപ്പഴം കുരുവില്ലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈന്തപ്പഴം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വടുകപ്പുളിയുടെ ആ പുളിയും കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൊടുക്കും. ഇങ്ങനെ ചെയ്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേറൊരു എണ്ണ യൂസ് ചെയ്യരുത്, നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം മാത്രം ഇതിലേക്ക് ഉണക്കമുളക് ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 3 തണ്ട് കറിവേപ്പില അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. 3 ഉണ്ട വെളുത്തുള്ളികൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരിയൊന്നും വേണ്ട, അതേപടി ഇട്ടാൽ മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് 10 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കുറച്ചധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. ആ വെളുത്തുള്ളിയും അതുപോലെ ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂണും എരിവെള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണും ആണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം കേട്ടോ വെച്ചിരിക്കേണ്ടത്. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ഈന്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് വെച്ചപ്പോഴത്തേക്ക് ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് കുതിർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 16 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു ഗ്രേവി കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇടുന്ന ഐറ്റംസിലും വെള്ളം ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി പുരട്ടി വെച്ചിട്ടുള്ള വടുകപ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് ഉപ്പ് പുരട്ടി വെച്ചതാണ്, നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. 2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ആ ഒരു അളവിൽ തന്നെ നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടുകപ്പുളി അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു അച്ചാർ കേടുകൂടാണ്ടിരിക്കുന്നതായിരിക്കും. വർഷങ്ങൾ കൂടുന്തോറും ആയിരിക്കും ഇതിന്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. അച്ചാറിന്റെ ആ ഒരു ചൂട് പൂർണ്ണമായിട്ട് മാറിയ ശേഷം നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ടൈറ്റ് ആയിട്ട് മൂടി വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓണം വിഭവമായിട്ട് കാണും വരെ ബൈ.